മെസ്സിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ്, മെസ്സി പോലും അറിയാതെ മെസ്സിയുടെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ, ഫ്രോഡ് ബോൾ തട്ടിപ്പ്. ഒരു ഫുട്ബോൾ അല്ല, ഫ്രോഡ് ബോൾ തട്ടിപ്പ്. മെസ്സി തട്ടിപ്പിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടാൻ സംസ്ഥാന സർക്കാർ നീക്കം. തട്ടിപ്പിൽ വകുപ്പ് തല അന്വേഷണം മതിയാകില്ല എന്ന വിലയിരുത്തലിനെ തുടർന്ന് സംസ്ഥാന സർക്കാരും സമാന്തരമായ അന്വേഷണം നടത്തും. വിവരങ്ങളുമായി വീണ ചേരുകയാണ്. വീണ, വെരി ഗുഡ് മോർണിംഗ്, ശുഭദിനം നേരുന്നു. ആൻഡോ അഗസ്റ്റിൻ സഹോദരന്മാർ നിർണായക നീക്കത്തിലേക്ക് കടക്കുമ്പോഴേക്കും ഇവിടെ സംസ്ഥാന സർക്കാർ അതിനേക്കാൾ ഒരുപടി മുന്നിലേക്ക് ഒരു നിർണായകമായ നീക്കത്തിലേക്ക് കടക്കുകയാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സംസ്ഥാന സർക്കാർ തന്നെ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ എങ്ങനെയാകും ഇത് അഗസ്റ്റിൻ സഹോദരന്മാർക്ക് ചെക്കാവുക? ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിശദാംശം, ഇനി വിചാരണ കോടതിയിലടക്കം വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് അഗസ്റ്റിൻ സഹോദരന്മാർക്ക്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള നീക്കം എന്തായിരിക്കും? ഗുഡ് മോർണിംഗ്, നമസ്തേ രാഖി, അശ്വതി. അഗസ്റ്റിൻ സഹോദരന്മാർക്ക് കുരുക്ക് മുറുകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. കാരണം സർക്കാർ നടപടികൾ കടുപ്പിക്കാൻ പോവുകയാണ്. വകുപ്പ് തല അന്വേഷണത്തിൽ മാത്രം ഈ ഒരു തട്ടിപ്പ് ഒതുങ്ങി നിൽക്കില്ല എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ തന്നെയാണ് ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കുവാൻ തീരുമാനമായിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം കായിക വകുപ്പിന്റെ റിപ്പോർട്ട് വന്ന ആ അതിലടക്കം കൃത്യമായിട്ടുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി അടക്കം ഈ ഒരു വിഷയത്തിൽ ആ ഒരു റിപ്പോർട്ട് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ സ്പോൺസറെ കണ്ടെത്തിയതിലടക്കമുള്ള വിവരങ്ങൾ, അത് ഏത് തരത്തിലാണ് അന്നത്തെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ റിപ്പോർട്ടർ ടിവിയെ മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പോൺസറാക്കി എന്നുള്ളൊരു ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. ആ സാമ്പത്തിക ഇടപാടുകളുണ്ട്. ഒപ്പം തന്നെ സർക്കാർ വകുപ്പുകളുടെ ദുരുപയോഗം ഈ മെസ്സിയെയും അർജന്റീന ടീമിനെയും കൊണ്ടുവരുന്നതിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ ഉപയോഗിച്ചു എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ട സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് കടക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ സമാന്തരമായിട്ടുള്ള അന്വേഷണം സർക്കാർ തലത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിക്കുവാനുള്ള ഒരു നീക്കം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലൊരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കും ആ അന്വേഷണ ചുമതല. ഇതിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ അന്നത്തെ സർക്കാർ എന്തർത്ഥത്തിലാണ്, അന്നത്തെ മന്ത്രി അബ്ദുൾ റഹ്മാൻ അടക്കമുള്ള കായിക മന്ത്രി എന്ത് തരത്തിലുള്ള ഇടപെടലാണ് നടത്തിയത്? സാമ്പത്തിക ഇടപാടുകൾ, സർക്കാർ വകുപ്പുകളുടെ ദുരുപയോഗം, ആ ദുരുപയോഗത്തിൽ വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? കൂടാതെ തന്നെ ആ രേഖകൾ, സർക്കാർ തലത്തിൽ നടന്ന ഈ കരാറുമായി ബന്ധപ്പെട്ട് നടന്ന രേഖകൾ, അതടക്കം സാമ്പത്തിക ഇടപാടടക്കം ഉൾപ്പെടെയുള്ള താഴെത്തട്ടിൽ നിന്ന് ഉന്നതരിലേക്കുള്ള ആഴത്തിലുള്ള അന്വേഷണം തന്നെയായിരിക്കും ഉണ്ടാകുക. ഒപ്പം തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സർക്കാർ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെടാൻ പോകുന്നുവെന്നാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ മെസ്സി പോലും അറിയാതെ മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പാണ് കേരളത്തിലെ കായിക പ്രേമികളുടെ മനസ്സിനെ നോവിച്ച സംഭവം തന്നെയാണ് ഉണ്ടായത്. ആ കാര്യത്തിൽ തന്നെയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൂടി. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അർജന്റീന ടീമിനെയോ മെസ്സിയുടെ ഒപ്പമുള്ളവരെയോ മെസ്സിയോ ബന്ധപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ, ആ ചർച്ചകൾ ഏത് തരത്തിലാണ് നടന്നത്, ആ രീതിയിൽ ഉന്നതരിൽ നിന്ന്, അതായത് അത്തരത്തിലുള്ള ആഴത്തിലുള്ള അന്വേഷണം പോകുമ്പോൾ അർജന്റീന ടീമിൽ നിന്നും അടക്കം വിശദീകരണം തേടേണ്ടി വരുമോ എന്നുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അതിനാൽ തന്നെയാണ് അത്തരത്തിലുള്ള എന്തെങ്കിലും ചർച്ചകളോ ഫോൺ സംഭാഷണങ്ങളോ ഇമെയിൽ മുഖേനയുള്ള സംഭാഷണങ്ങളോ എന്തെങ്കിലും ധാരണ അവരുമായി നടത്തിയിരുന്നു എന്നുള്ള കാര്യത്തിലും വ്യക്തത വേണം. അക്കാര്യത്തിലുള്ള അന്വേഷണം ഉണ്ടാവും. ഒപ്പം തന്നെ അഗസ്റ്റിൻ സഹോദരന്മാരും ഈ ഇടതുപക്ഷ സർക്കാരും നടത്തിയ ഇടപെടലുകൾ, ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഉടമ്പടികൾ, അതടക്കമുള്ള അന്വേഷണം ഉണ്ടാകും. ഇവരെ വിളിച്ചു വരുത്തി അടക്കം മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഇതിൽ വീഴ്ചകൾ ഉണ്ടായി എന്ന ആദ്യഘട്ടം മുതൽ തന്നെ ബോധ്യപ്പെട്ട സാഹചര്യം. ഒപ്പം തന്നെ സർക്കാർ എന്തിനാണ് റിപ്പോർട്ടർ ടിവിക്ക് അമിതമായിട്ടുള്ള പ്രാധാന്യം നൽകിയത്? റിപ്പോർട്ടർ ടിവിയെ സ്പോൺസറാക്കി തിരഞ്ഞെടുക്കാൻ സർക്കാരിനുണ്ടായ ചേതോ വികാരം എന്താണ്? അതിലൊക്കെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ കുരുക്കുമുറുകുമെന്ന് ഉറപ്പാണ്. ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. പല രേഖകൾ അവരുടെ പക്കലുണ്ട് എന്ന് പറയുമ്പോൾ പോലും കൃത്യമായി ഉത്തരം നൽകേണ്ടി വരും. കാരണം സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിലടക്കം കോടികൾ മുടക്കിയെന്നവർ അവകാശപ്പെടുന്ന സാഹചര്യമുണ്ട്. പക്ഷേ സ്റ്റേഡിയം അടക്കം ചോർന്നൊലിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതുമാണ്. ഇക്കാര്യങ്ങളിലടക്കം കൂടുതൽ വ്യക്തത വേണ്ടി വരും. രേഖകളും ഒപ്പം തന്നെ മൊഴികളും അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകളും ശേഖരിക്കുമ്പോൾ ഉത്തരം പറയാതെ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അശ്വതി, രാഖി. തീർച്ചയായും രക്ഷപ്പെടാൻ അങ്ങനെ കഴിയില്ല. സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ വലിയ രീതിയിൽ ഇടപെടുകയാണ്. എന്തായാലും അഗസ്റ്റിൻ സഹോദരന്മാർക്ക് തെളിവുകളടക്കം വലിയ രീതിയിൽ തിരിച്ചടി അവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തലസ്ഥാനത്ത് നിന്നും വീണ.